ഇത് കഴിഞ്ഞിട്ട് ചെന്നത് ഇതിലും വലിയ ഭീകരാവസ്ഥയിലേക്കായിരുന്നു. എന്തായിരുന്നു ആ ഭീകരാവസ്ഥ? ആള് ഒട്ടും റൊമാൻസിന്റെ കാര്യം പോട്ടെ, ഒരു കെയർ ഒക്കെ നമ്മൾ ആഗ്രഹിക്കില്ലേ. അവര് ജ്വല്ലറി ഫീൽഡ് ആയതുകൊണ്ട് അവര് ഈവനിങ് 10:30 രാത്രി, ലേറ്റ് നൈറ്റ് ആണ് സാബു വീട്ടിലേക്ക് എത്താം, വെരി ലേറ്റ് നൈറ്റ്. അപ്പൊ ഞാൻ എന്റെ എല്ലാ ഇഷ്ടങ്ങളും മാറ്റി വെച്ച ആൾക്ക് സാബുവിന് ഏറ്റവും ഇഷ്ടം കായും പയറും ഉപ്പേരിയാണ് ഇഷ്ടം. അതല്ലെങ്കിൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ സാബുവിന് ഇഷ്ടം നാളികേരം അരച്ചു വെക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ സാബേറിന് ഇഷ്ടമുള്ള രീതിയിൽ കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ 7 മണിക്ക് വെച്ചിക്കണം, ഞാൻ കഴിക്കാതെ 10:30 വരെ കാത്തിരിക്കും. അവിടെ നിൽക്കട്ടെ. ഒരു മിനിറ്റ് തല്ലി മറിക്കല്ലേ ടീച്ചറെ, തല്ലി മറിക്കല്ലേ. ഇപ്പൊ ടീച്ചർ ആർക്കൂടെ താമസം? സാബുവിന്റെ കൂടെ. തേക്കെടുക്കുന്ന സരികാമ. എന്റെ ടീച്ചറെ, എന്തൊക്കെ പണ്ട് എന്ത് കാര്യം, ഇപ്പോഴും ആ ഗഡിനെ കൂടി തന്നെയല്ലേ തല്ലി നീക്കണ വണ്ടി പറഞ്ഞിട്ട്. പിന്നെ ടീച്ചർ എന്നിട്ട് ഇപ്പൊ തല്ലി മറിക്കാനല്ലേ. പിന്നെ ടീച്ചറെ പോലെ ഒരു തള്ളിന്റെ കൂടെ സാബു ഇത്ര വർഷം പിടിച്ചു നിന്നു പറഞ്ഞ സത്യം. സാബുവിന് ഒരു അവാർഡൊക്കെ കൊടുക്കണം. ഓ, തല്ലി മറിക്കണം. സാബുവിന് ജ്വല്ലറിയില്ല പണി, മൊത്തം അവിടുന്ന് കൊണ്ടുവന്നിട്ട് ടീച്ചറെ മേച്ച കിട്ടാതിരിക്കുക. സത്യം ടീച്ചറെ, സാബുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് ടീച്ചറെ, വിഷമമുണ്ട്. എങ്ങനെ ടീച്ചർ അവൻ സഹിച്ച് മുൻപോട്ട് പോണേ. സാബു, നീ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ട? ഐ മീൻ കായയും ചിക്കനൊക്കെ ഉണ്ടല്ലേ? ടീച്ചറെ എന്തെങ്കിലുമൊക്കെ കൊടുത്തോളൂട്ടെ ചെക്കന്, പാവം. ടീച്ചർ തള്ളിക്കോ.